ഇത് നല്ല മടിയുള്ള ദിവസമായിരുന്നേ. അതുകൊണ്ട് ഈസി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. ഇത് ഞാൻ മുന്നേ യൂട്യൂബിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ ഞാനും വിചാരിച്ചു ഇതുണ്ടാക്കി കളയാമെന്ന്. പക്ഷേ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ ഇത് നല്ല പണിയായിരുന്നു. 1-2 മണിക്കൂറെടുത്തു ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കാൻ. ഒന്നാമത് എനിക്ക് ഈ ക്ലേ വെച്ചിട്ടുള്ള പണി അത്ര വശമില്ല. ഞാൻ വിചാരിച്ചെടുത്തൊന്നും ക്ലേ നിൽക്കുന്നില്ല. ഞാൻ ഒട്ടിച്ചു കൊടുക്കും, വീണ്ടും ഇളക്കിപ്പോവും. ഞാൻ ഒട്ടിച്ചു കൊടുക്കും, വീണ്ടും ഇളക്കിപ്പോവും. ഇത് തന്നെയായിരുന്നു പണി. അതുകൊണ്ട് കുറേ ടൈം അങ്ങനെ പോയി. പക്ഷെ ഇത് ഉണ്ടാക്കി വന്നപ്പോൾ അവസാനം എനിക്ക് നല്ല ഇഷ്ടമായി. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എളുപ്പ പണി നോക്കി വന്നിട്ട് അവസാനം എനിക്ക് 8ൻ്റെ പണി കിട്ടി. 1-1.5 മണിക്കൂറിൻ്റെ പണി എടുത്തിട്ടാണ് ഞാനിത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഇതാ ക്ലേ വെച്ച് ഇതുപോലെയൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഫ്ലവേഴ്സാണ് പണി. ഉണ്ടാക്കും പൊട്ടും, ഉണ്ടാക്കും പൊട്ടും. എന്തുകൊണ്ടെന്നറിയില്ല. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ മിസ്റ്റേക്കാണോ ഇനി ക്ലേയുടെ മിസ്റ്റേക്കാണോ എന്താണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അവസാനം ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചൊക്കെ ഒട്ടിച്ചു കൊടുത്തു. പക്ഷെ അതവിടെ നിൽക്കണില്ല. ഞാൻ എടുക്കുന്നോറും പൊട്ടിപ്പോവും. പക്ഷെ അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ വെള്ളമൊക്കെ നനച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒന്നാമത് ഈ ക്ലേ എനിക്ക് അത്ര വശമില്ല. പക്ഷെ ഇത് ഉണ്ടാക്കിയാലും പറ്റൂ. ഇഷ്ടപ്പെട്ടു പോയില്ലേ. ഫ്ലവർ ഉണ്ടാക്കിയതിന് ശേഷം ഇതുപോലെ ലീഫ് ഉണ്ടാക്കിയായിരുന്നു. ലീഫ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പാട്ടോ, പെട്ടെന്നായിരുന്നു. ഇതുപോലെ വരഞ്ഞും കൂടി കൊടുത്താൽ സെറ്റ് സാധനമായി. ഇതും കൂടി അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ക്ലേയുടെ പണിയുടെ കഴിഞ്ഞു. ഇനി നമുക്ക് കളർ കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഗ്രീനും ഓറഞ്ചും റെഡും യെല്ലോ കളറും എടുത്തു. ആദ്യം ഞാൻ ഗ്രീൻ കളറാണ് കൊടുത്തത്. ഗ്രീൻ കളർ നമ്മുടെ ഇലയ്ക്കും ആ വള്ളിക്കും കൂടി കൊടുത്തതിന് ശേഷം ഫ്ലവറിൻ്റെ നടുക്ക് ഞാൻ യെല്ലോ കളറാണ് കൊടുത്തത്. യെല്ലോ കളർ ഞാൻ എല്ലാ ഫ്ലവറിൻ്റെ നടുക്കും കൊടുത്തായിരുന്നു കേട്ടോ. ഇനി ഫ്ലവേഴ്സിൻ്റെ ബാക്കി വരുന്ന ഭാഗത്ത് ഞാൻ റെഡും ഓറഞ്ചും കൂടി കൊടുക്കുന്നുണ്ട്. 2 കളർ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പൂവിന് ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. ആദ്യം ഞാനിതാ റെഡ് കളർ കൊടുത്തു. ഇനി ബാക്കി വരുന്ന പൂവിന് ഞാൻ ഓറഞ്ച് കളർ കൂടി കൊടുക്കുന്നുണ്ട്. ഈ ഓറഞ്ച് കൂടി അടിച്ചു കൊടുത്താൽ നമ്മളെ സാധനം ഇവിടെ സെറ്റായി. ഇനി നമുക്കിതൊന്ന് തൂക്കി കൊടുത്താലോ. അപ്പം ഞാനും ജൂലിയുള്ള ഈ ഫോട്ടോ ഒന്ന് മാറ്റിയിട്ട് ഇത് ജസ്റ്റ് ഇവിടെ ഒന്ന് തൂക്കി വയ്ക്കുന്നുണ്ട്. അവിടെ ഒരു ആണിയുണ്ടേ, അതിലേക്ക് അങ്ങ് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.